Show file. Yes, Film star ആണെങ്കിൽ സംഘടനത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ച ബിനോജ്, നിയോജ്, വേണു ഇവർ 3 പേരും കൂടി ചന്ദ്രശേഖരൻ തലശ്ശേരിക്കാരൻ ഇവിടെ പ്രവാസ ജീവിതത്തിൽ ചിന്തിക്കുന്നതാണ്. ഗ്ലോബൽ ലോ ഫൗണ്ടേഷൻ്റെ ഡയറക്ടറും ഹൈക്കോടതിയുടെ നമ്മുടെ ലോയറും കൂടിയായിട്ടുള്ള ശശിയും ഞാനും കൂടിയിട്ട് അവസാനത്തെ സാധാരണ അഭിഭാഷക സങ്കല്പമല്ല ഞങ്ങളെ സംബന്ധിച്ച് ഈ സ്ഥാപനത്തിനുള്ളത്. സാധാരണ നിലയിൽ നിയമത്തിൻ്റെ ഓരോ മേഖലയിലും പ്രഗത്ഭരായിട്ടുള്ള ഓരോ അഭിഭാഷകർ കൈകാര്യം ചെയ്യുന്നതാണ് ഒന്നുകിലോ അവർ സിവിൽ നിയമത്തിൻ്റെ എക്സ്പേർട്സ് ആയിരിക്കാം, അല്ലെങ്കിലോ ക്രിമിനൽ നിയമത്തിൻ്റെ എക്സ്പേർട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി നിയമത്തിൻ്റെ എക്സ്പേർട്ട് ആയിരിക്കാം, വ്യവസായത്തിൻ്റെതാവാം. എന്നാൽ ഗ്ലോബൽ ലോ ഫൗണ്ടേഷൻ്റെ കൺസെപ്റ്റ് വൺ ടച്ച് ലീഗൽ സൊല്യൂഷൻ എന്നാണ് എനിക്ക് പറയുന്നത്. ഒരു മനുഷ്യൻ സാമൂഹ്യ ജീവിതത്തിൽ നേരിടുന്ന ഏത് പ്രശ്നമായാലും അത് ഒരു കേന്ദ്രത്തിൽ വെച്ച് അവർക്ക് പരിഹാരം കാണാൻ പറ്റത്തക്ക രീതിയിൽ അത് ഏത് കോടതിയിലായാലും, സുപ്രീം കോടതിയിലായാലും, ഹൈക്കോടതിയിലായാലും, താഴെ കോടതിയിലായാലും, ഇനി വേറെ ഏതെങ്കിലും ട്രിബ്യൂണലായാലും, ഏത് ഓഫീസിലായാലും ഇടപെടാൻ കെൽപ്പുള്ള ഒരു സ്ഥാപനം ജനങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളിതിൻ്റെ സങ്കല്പം. അതനുസരിച്ചാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. എറണാകുളത്തും അതേ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. വളരെ പെട്ടെന്നാണ് ഞങ്ങൾ ഈ ഓഫീസ് ഇവിടെ ആരംഭിക്കാൻ വേണ്ടിയിട്ട് സൗകര്യം കിട്ടിയത്. അതിൽ ഓഫീസ് നമുക്ക് തന്നിട്ടുള്ള ബെഡിൻ്റെ ഉടമ ഡോക്ടർ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ഇതിൻ്റെ ജോലിയെല്ലാം തീർത്ത് അല്പം നഷ്ടമെല്ലാം നേരിട്ടിട്ടാണെങ്കിലും ഇതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ചു വന്നിരിക്കുന്ന ഫെബി ഇവിടെയുണ്ട്. ഇതിനെല്ലാം മുൻപന്തിയിൽ നിന്നിട്ട് പറയേണ്ട 2 പേരുകൾ വിയോജിൻ്റെയും ബിനോജിൻ്റെയും പേരാണ്. അവരാണ് ഇതിൻ്റെ എല്ലാ സർവവും നടത്തിയത്. ബിൽഡിംഗ് ഓണർക്ക് എന്നെ അറിയില്ല, എന്നാൽ ഇവരെന്താണ് മാത്രമേ അറിയൂ. വർക്ക് ചെയ്തവർക്കും വിവരം മാത്രമേ അറിയുള്ളൂ. എല്ലാം ഇവരാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതേ രീതിയിൽ തന്നെ സഹായിച്ചിട്ടുണ്ട്. ജോജി
എല്ലാ കാര്യത്തിലും ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഇങ്ങനെ എല്ലാവരുടെയും സഹായത്തിൻ്റെയും സഹകരണത്തിൻ്റെയും എല്ലാം ഫലമായിട്ടാണ് വളരെ പെട്ടെന്ന് തന്നെ ഈ ഓഫീസ് ഇവിടെ ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. പ്രായാധിക്യം എല്ലാം ഉണ്ടെങ്കിലും എൻ്റെ വന്യപിതാവ് അവിടുന്ന് ഇവിടം വരെ യാത്ര ചെയ്ത് ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിനും അതുപോലെ എൻ്റെ മകനാണെങ്കിലും കഴിഞ്ഞ 2 ആഴ്ച ഇവിടെ കേന്ദ്രീകരിച്ച് ഇതിന് പ്രവർത്തനം നടത്തിയ ഞാനിപ്പോൾ ചീഫ് എഞ്ചിനീയർ എന്നാണ് അവർ വിളിക്കാറ് സിദ്ധാർത്ഥനും മറ്റെല്ലാവർക്കും ഗ്ലോബൽ ലോ ഫൗണ്ടേഷന് വേണ്ടിയിട്ട് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇവിടെ തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇത് മാനേജ് ചെയ്തുകൊണ്ട് ഇവിടെ ഉണ്ടാവുന്നത് അഡ്വക്കേറ്റ് ബെന്നിയാണ്. ബെന്നി ഇവിടെയുണ്ട്. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇതിൽ തുടർന്ന് അങ്ങോട്ടുള്ള പ്രവർത്തനത്തിൽ എല്ലാവരുടെയും സഹായവും സഹകരണവും ഉണ്ടാവണം. ഷൂട്ടിംഗ് എല്ലാം മാറ്റിവെച്ചാണ് മേജർ രവി സാർ ഇവിടെ വന്നിട്ടുള്ളത്. കുക്കും അതുപോലെ തന്നെ എന്തൊക്കെയോ എൻഗേജ്മെന്റിലാണ് ഓടി വന്നിട്ടുള്ളത്. എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പിന്നീട് കാപ്പി കഴിക്കണം. തുടർന്ന് അങ്ങോട്ട് എല്ലാവരുടെയും സഹായം ഉണ്ടാവണം എന്ന് അപേക്ഷിക്കുന്നു. എല്ലാവരും ഓഫീസിലും അച്ഛൻ ഓഫീസിൽ ഇരിക്കുന്നുണ്ട്. സോം ബേബി സാർ നമസ്കാരം, ഞാൻ കുക്കുവാണ്. നമ്മുടെ തിരുവനന്തപുരത്തെ രുക്മിണിയമ്മ ഉണ്ടായില്ലേ, രുക്മിണിയമ്മയുടെ മോള് സിനിമാ നടിയാ. രുക്മിണിയമ്മ ഓർമ്മയുണ്ടാവോ? തിരുവനന്തപുരത്തുള്ള രുക്മിണിയമ്മയുടെ മോളാ. ഇവിടെ എവിടെയും ഗുസ്തി? എനിക്ക് പാലക്കാട് ഞാൻ പപ്പൂര്